റീസെന്റ് ആയിട്ടാണ് ഇങ്ങനെ ആക്ടിങ് പരിപാടിയൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചാനലുണ്ട്, അടിപൊളി ലൈഫ് എന്ന് പറഞ്ഞത്. അപ്പം അവരുടെ ഒരു വർക്കിന് ഇങ്ങനെ സ്ഥിരമായിട്ട് അടിപൊളി ലൈഫ് അപ്പം ആ ചാനലിന്റെ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പം ആക്ടിങ് ആ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് എന്റെ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ അറിയാൻ കൊള്ളാം എന്നൊരു ആഗ്രഹം വന്നിട്ട് അവരുടെ നെക്സ്റ്റ് വർക്കിന് ഞാൻ പറഞ്ഞു ഇങ്ങനെ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ വന്നു. അപ്പൊ പാറമട വീട്ടിൽ മുകളിൽ നിലയുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. വിചാരം ഒറ്റ നിലയേ ഉള്ളൂ, അത് പണിത കാര്യമൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഒരു നിലയുണ്ട്, ഞങ്ങൾക്ക് മുകളിലാണ് ഷൂട്ട്, താഴെ ഇവരുടെ ഷൂട്ട് ഉണ്ടെന്നൊക്കെ. അങ്ങനെ മോളിക്കറി താഴെ ഇറങ്ങി ഇറങ്ങിയപ്പോ ഒരു ദിവസം ഇങ്ങനെ ചോദിച്ചു ഞങ്ങളുടെ കണ്ണമ്മാമൻ കണ്ടു. അപ്പൊ ഞങ്ങള് കറക്റ്റ് പറഞ്ഞ ആ എപ്പിസോഡില് മെർലിൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ ഫസ്റ്റ് അങ്ങോട്ട് എഴുതി വെച്ചിട്ട് സ്കാറ്റർ സ്കെച്ച് മാത്രമേ ഉള്ളായിരുന്നു. മാമ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. മെർലിൻ ഇനി എന്തായാലും കിട്ടുമ്പോ കൊണ്ടുവരുന്ന പറഞ്ഞ് കറക്റ്റ് നോക്കുമ്പോ ഫ്രണ്ടിൽ കൂടെ മെർലിൻ നടന്നു പോകണം. മാമ ഡേ ആ പോയത് കുറച്ചൊരു മെർലിൻ പിടിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വരുന്നത്. എന്താണ് ആ ഫ്ലോറിലേക്ക് അവസാനം എത്തിക്കഴിഞ്ഞപ്പോ ഒരു എക്സൈറ്റ്മെന്റ്, സന്തോഷം? അല്ല, ഫസ്റ്റ് ഡേ നമുക്ക് പറഞ്ഞ ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഓക്കെ നടക്കില്ലായിരിക്കും, ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ലൈക്ക് അവർക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട്, എനിക്കറിയില്ലല്ലോ ടൈം ഇല്ലാത്തതുകൊണ്ടാവും. ഞാൻ ഓക്കെ ചിലപ്പോൾ ക്യാരക്ടർ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഞാൻ ഷൂട്ടിന് വന്നപ്പോൾ സെയിം സംഭവം, ഷൂട്ടില്ല. അങ്ങനെ വെച്ചാൽ ഓക്കെ, അത് കഴിഞ്ഞു, അത് വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോ എന്താ, ഇവരെയൊക്കെ നമ്മള് ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നേ. ഞാൻ ചെറുപ്പം മുതലേ കണ്ടു. ഇത് കഴിയുമ്പോ വേറൊന്ന് കാണണം, നേരിട്ട് കണ്ടപ്പോ ഭയങ്കര സന്തോഷം.